നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന ലഹസ്ന മആബ് ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാൻ മാസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ ഏറെ സ്തുതിക്കേണ്ട, അവനിൽ അർപ്പിക്കേണ്ട ഇബാദത്തുകൾ കൂടുതലായി നിർവഹിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ ഖുതുബകളിലൂടെയും തസ്കിയത്തുകളിലൂടെയും നമ്മൾ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്ന വചനമാണ് നോമ്പുകാർക്ക് മാത്രമായി അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരു കവാടം ഒരുക്കിയിട്ടുണ്ട് എന്ന്. ഫിൽ ജന്നത്തി സമാനിയത്ത് അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫീഹ ബാബുൻ, അതിലൊരു വാതിൽ യുസമ്മ അർ റയ്യാൻ, റയ്യാൻ എന്ന് വിളിക്കപ്പെടും. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ ആ കവാടത്തിലൂടെ മറ്റൊരാളും പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ അർ റയ്യാൻ എന്ന് വിളിക്കപ്പെടുന്ന സ്വർഗീയ കവാടത്തിലൂടെ ആ പരിമളമാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിനോട് മനമുരുകി നാം പ്രാർത്ഥിക്കാറുണ്ട്. റയ്യാനിലൂടെ തന്നെ സ്വർഗത്തിലെത്താൻ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അതിൻ്റെ സുന്നത്തുകൾ പരിപൂർണമായും പൂർത്തീകരിച്ചുകൊണ്ട് നിർവഹിക്കാനും നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ റയ്യാൻ എന്ന കവാടമല്ലാത്ത മറ്റു പല കവാടങ്ങളെ പറ്റിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ സ്വർഗീയ കവാടങ്ങളെ പറ്റിയുള്ള സൂചനകളും അതിൻ്റെ മനോഹാരിതയെ പറ്റിയുള്ള വർണ്ണനകളും നമുക്ക് കാണാൻ സാധിക്കും. വസീഖല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നയിക്കപ്പെടുമെന്നാണ്. ഇലൽ ജന്നത്തി സുമറ, അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. അപ്പോൾ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കൂട്ടമായി നയിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുന്ന ആയത്തിലും അതിൻ്റെ അവസാനമായി സൂചിപ്പിക്കുന്നത് തഖ്വ കൊണ്ട് നിങ്ങൾ സമ്പന്നമാകാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തത്തഖൂൻ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾക്കും അതുപോലെ നോമ്പ് നിർബന്ധമാക്കി. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി.
അപ്പൊ തഖ്വയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ തഖ്വ നേടിക്കഴിഞ്ഞാൽ വസീഖല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിലുള്ള തഖ്വ ചില ആളുകളിൽ പരിപൂർണമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇലൽ ജന്നത്തി സുമറ, അവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കും. ഏതുവരെ? ഹത്താ ഇദാ ജാഊഹ, അവരവിടേക്ക് എത്തുന്നത് വരെ. വഫുതിഹത് അബ്വാബുഹ, എന്നിട്ട് അവർക്ക് മുമ്പിലുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നത് വരെ, സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെടുന്നത് വരേക്കും. വഖാല ലഹും ഹസനതുഹ സലാമുൻ അലൈക്കും, ആ വാതിലിലുള്ള സ്വർഗത്തിന്റെ കവാടത്തിലുള്ള മാലാഖന്മാർ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനമുണ്ട്. തിബുത്തും, നിങ്ങൾ പരിശുദ്ധരാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ അതിൽ നിത്യവാസികളായിക്കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക എന്ന്. നോക്കൂ, ഈ ആയത്തിൽ തഖ്വയുള്ളവർക്ക് സ്വർഗമുണ്ട് എന്നും അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമെന്നും ആ സ്വർഗത്തിന് കവാടങ്ങളുണ്ട് എന്നും ആ കവാടത്തിങ്കൽ കാവൽക്കാരുണ്ട് എന്നും പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിന് ചില കവാടങ്ങളുണ്ട്, വാതിലുകളുണ്ട്. മറ്റൊരായത്തിൽ കാണാം ഹാദാ ദിക്റുൻ, ഇതൊരു സ്മരണയാണ്, ഇതൊരു ഉത്ബോധനമാണ്. വ ഇന്നലിൽ മുത്തഖീന ലഹസ്ന മആബ്, തീർച്ചയായും മുത്തഖീങ്ങൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം എത്ര നല്ല താവളമാണ്, എത്ര നല്ല സ്ഥലമാണ്. അപ്പൊ സ്വർഗമെന്നത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. സ്വർഗമെന്ന മഹാ അനുഭൂതി ലഭിക്കുന്നത് തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്കാണ്. നോക്കൂ, ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണഗണങ്ങൾ പറയുന്നിടത്ത് അധിക സ്ഥലത്തും തഖ്വ തഖ്വ മുത്തഖി തഖ്വ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ ആ സ്വർഗം എങ്ങനെയുള്ള സ്വർഗമാണ്? ജന്നാത്തി അദ്നിൻ മുഫത്തഹതൻ, അത് തുറക്കപ്പെട്ടതാണ്, ശാശ്വതമായ സ്വർഗം. ലഹുമുൽ അബ്വാബ്, ആ സ്വർഗത്തിന് ചില വാതിലുകളുണ്ട്, സ്വർഗത്തിന് ചില വാതിലുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ദശക്കണക്കിനായത്തുകൾ സ്വർഗീയ കവാടങ്ങളെ പറ്റി വർണ്ണിക്കുന്നതായിട്ട് കാണാം. അപ്പൊ സ്വർഗത്തിന് വാതിലുകളുണ്ട്. എത്ര വാതിലുകളുണ്ട്? 8 വാതിലുകളാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിപ്പിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാൾ യതവല്ലഹു ഫയബ്ലഉ ഔ ഫയസ്ബഉ, ഒരാള് പരിപൂർണമായും ഒളുവിന്റെ സുന്നത്തുകളൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഒരാൾ ഒളുവെടുത്തു. സുമ്മ യഖൂലു, എന്നിട്ട് അയാൾ ഇതുപോലെ പ്രാർത്ഥിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലിഹി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലിഹി, തീർച്ചയായും മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വുളുവെടുത്തുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബിൽ ജന്ന, അവന് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അബ്വാബൽ ജന്നത്തി സമാനിയ, 8 കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യുഹാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അവന് പ്രവേശിക്കാവുന്നതാണ്. ഈ ഹദീസിൽ 8 കവാടങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ചു. അപ്പൊ സ്വർഗത്തിന് കവാടങ്ങളുണ്ട്, ആ കവാടങ്ങളുടെ എണ്ണം 8 എണ്ണമാണെന്നും പഠിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റയ്യാൻ എന്ന കവാടം എണ്ണത്. ഫിൽ ജന്നത്തി സമാനിയത്തി അബ്വാബ്, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. ഫീഹാ ബാബുൻ യുസമ്മ അർ-റയ്യാൻ, അതിലൊരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, ആ നോമ്പുകാർക്ക് പ്രവേശിക്കാനുള്ള റയ്യാൻ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഫർലാക്കപ്പെട്ട സർവ്വ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാണ്. എന്നാൽ മറ്റ് കവാടങ്ങൾ ഏതൊക്കെയാണ്? വ്യത്യസ്ത ഹദീസുകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കവാടങ്ങളുടെ പേരിങ്ങനെ എണ്ണി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാ, ഒരാള് തൻ്റെ ഭാര്യമാർക്ക് വേണ്ടി ചിലവഴിച്ചു, ഭാര്യമാർക്ക് വേണ്ടി അവർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു.
നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗീയ കവാടങ്ങളിൽ നിന്ന് അവർ ക്ഷണിക്കപ്പെടുമെന്നാണ്. യാ അബദല്ലാഹ് ഹാദാ ഖൈറുൻ, അള്ളാഹുവിൻ്റെ അടിമയെ ഇത് നിങ്ങൾക്ക് ഉത്തമമാണെന്ന് പറയപ്പെടും. നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഭാര്യയ്ക്ക് നൽകുന്ന ചിലവ് പോലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിനെ പ്രവാചകൻ ഉപദേശിക്കുന്നിടത്ത് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും സ്വതക്കയുടെ പ്രതിഫലം നൽകുന്നുമാണ്. മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പത്തിന് സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. നമ്മൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മക്കൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ സ്വതക്കയുണ്ട്. അത് മറ്റുള്ളവർക്ക് കൂടുതലാകുമ്പോൾ ആ സ്വതക്കയുടെ പ്രതിഫലം കൂടുമെന്നാണ്. എന്നിട്ട് ഈ ഹദീസിൽ റസൂലുള്ളാഹി ഇങ്ങനെ എണ്ണി പറയാണ്, ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്ത്, ആരെങ്കിലും നമസ്കാരക്കാരിൽപ്പെട്ടവരാണ് എങ്കിൽ ദുഇയ മിൻ ബാബി സ്വലാത്ത്, അവൻ ബാബു സ്വലാത്തിലൂടെ ക്ഷണിക്കപ്പെടും. അപ്പൊ അടുത്ത പേര് നമ്മൾ പഠിച്ചു, ബാബു സ്വലാത്ത്. നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണെങ്കിൽ അയാൾക്ക് സ്വലാത്തിന്റെ കവാടത്തിലൂടെ, നമസ്കാരത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാം. എന്താണ് നിസ്കാരം? 5 വക്ത് നിസ്കാരം കൃത്യമായി അയാൾ നിർവഹിച്ചാൽ തന്നെ അയാൾക്ക് ബാബു സ്വലാത്ത് കിട്ടുമെന്നാണ്. പക്ഷേ 5 വക്തുള്ള നിസ്കാരം നമ്മളുടേതൊക്കെ പരിപൂർണമാണോ എന്ന് അത് അള്ളാഹുവിനെ മനസ്സിലാവുള്ളൂ, അള്ളാഹ്ക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു താല മലക്കുകളോട് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ച ഹദീസിൽ കാണാം, പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്ത് അത് നിസ്കാരമാണ്. ആ നിസ്കാരം ഇങ്ങനെ പരിശോധിക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടും. അങ്ങനെ മലക്കുകളോട് ചോദിക്കും, അടിമയുടെ നിസ്കാരം പരിശോധിച്ചുവോ? അപ്പോൾ മലക്കുകൾ വന്നിട്ട് പറയാം, അതെ, അവരുടെ നിസ്കാരമൊക്കെ പരിപൂർണമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും അപൂർണതയുണ്ടോ, ഫർളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ നോക്കാൻ പറയും. അങ്ങനെ മലക്കുകൾ പരിശോധിച്ചിട്ട് ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പൊ അള്ളാഹ് മലക്കുകളോട് പറയും, ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അവന് തതവ്വുആയ സുന്നത്തുകളായ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. അങ്ങനെ സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന്, സുന്നത്തായ നിസ്കാരങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് അവൻ്റെ ഫർളിലുള്ള ന്യൂനതകൾ പരിഹരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് സുന്നത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചത്. പലപ്പോഴും നമുക്കൊന്നും സമയമല്ല. സുബഹിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കാരമുണ്ട്. ഇനി അതല്ലാത്ത നിസ്കാരവും കുറേ ഉണ്ടല്ലോ. വുളു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാം, പള്ളിയിലേക്ക് കയറുമ്പോൾ നിസ്കരിക്കാം. അപ്പം നിങ്ങളെ സുബഹിന്റെ മുമ്പ് തന്നെ നമുക്ക് 6 റക്അത്ത് നിസ്കരിക്കാനുള്ള, സുന്നത്ത് നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. ളുഹറിനുമായി ബന്ധപ്പെട്ട് ളുഹറിന്റെ മുമ്പും ശേഷമുള്ള 2ഉം 4ഉമായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബുകൾ. അസറിന് നമ്മൾ ഒളെടുത്തു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഒളെടുത്തു കഴിഞ്ഞാൽ ഒളുവിന് വേണ്ടി നിസ്കരിക്കാം. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ കയറുമ്പോൾ നിസ്കരിക്കാം. അതുപോലെ എല്ലാ ബാങ്കുകൾക്കും ഇക്കാമത്തുകൾക്കിടയിൽ നമുക്ക് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സുന്നത്ത്, ദുഹാ നിസ്കാരം, തറാവീഹ്, റമദാൻ അല്ലാത്ത സമയത്താണ് എങ്കിൽ ഖിയാമുൽ ലൈലായും അതേപോലെ തഹജ്ജുദായും രാത്രി നിസ്കാരമൊക്കെ ആയിട്ട് നിസ്കരിക്കാം. അങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ തന്നെയുണ്ട്. അങ്ങനെ ഒരാൾ ഫർളും ഒരുപാട് സുന്നത്തുകൾ നിസ്കരിച്ച് നമസ്കാരക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദുഇയ മിൻ ബാബി സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ കവാടത്തിലൂടെ അവർ ക്ഷണിക്കപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഏത് കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും? നമ്മൾ ബാബു സ്വലാത്തിലൂടെ പ്രവേശിക്കാനുള്ള അത്ര വലിയ നമസ്കാരം എന്ന സമ്പത്ത് നമ്മളെ ജീവിതത്തിലുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ ചരിത്രവും നമ്മുടെ നിസ്കാരവും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, സ്വഹാബത്തിൻ്റെ നിസ്കാരത്തിൻ്റെ ചരിത്രവും നമ്മുടെ നിസ്കാരവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കവാടത്തിലൂടെ കയറാൻ പറ്റുക? അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ സ്വപ്നമാകണം. ബാബു റയ്യാൻ മാത്രമല്ല, ബാബു സ്വലാത്തും നമ്മുടെ സ്വപ്നമാകണം. അതേ ഹദീസിൽ പിന്നെയും കാണാം, വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ആരെങ്കിലും ജിഹാദുകാരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ബാബുൽ ജിഹാദിലൂടെ സ്വർഗത്തിലേക്ക് അവൻ ക്ഷണിക്കപ്പെടും. ബാബുൽ ജിഹാദ് രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജിഹാദ് ചെയ്തവന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുമെന്നാണ്. ആ കവാടത്തിലൂടെ അത് അവരെ അതിൽ കൂടെ കയറുള്ളൂ. നമുക്ക് ഇന്ന് അതിനുള്ള അവസരമല്ല. പക്ഷേ അവസരമുള്ള കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരതിനുവേണ്ടി വല്ലാത്തൊരു ആർത്തി കാണിച്ചിരുന്നു.
അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന്റെ സമയത്ത് സ്വർഗത്തെ പറ്റി ഇങ്ങനെ വർണ്ണിക്കാണ്. ഈ സമയത്ത് ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം സദസ്സിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ ഈത്തപ്പഴം കഴിക്കുകയായിരുന്നു. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെ വർണ്ണിച്ചത്. സ്വർഗത്തിന്റെ വർണ്ണന എങ്ങനെ അധികരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. അദ്ദേഹം ബഹ് ബഹ് എന്ന് പറഞ്ഞ് വായിലുള്ള ഈത്തപ്പഴക്കുരു തുപ്പിക്കളഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടി. ബദർ യുദ്ധം കഴിഞ്ഞ് ഷഹീദായവരുടെ കൂട്ടത്തിൽ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരും എണ്ണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ടായിരുന്നു. നോക്കൂ, സ്വർഗമെന്ന് കേട്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്ര രീതിയിൽ അവർ അതിനു വേണ്ടി ആഞ്ഞെടുത്തു വരുന്നുവെങ്കിൽ സഹോദരന്മാരെ, ആ മേഖലയിൽ നമുക്കും ചിലതൊക്കെ ചെയ്യാനുണ്ട്. ജിഹാദില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. വിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ത്യാഗം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹില്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ആരൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിച്ചുവെന്ന് അല്ലാഹു തആല തിരിച്ചറിയാതെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എത്ര ആയത്താണ്! നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചാൽ മാത്രം പോരാ, അത് അല്ലാഹ് തിരിച്ചറിയണം. അല്ലേ? നിങ്ങളിൽ ആരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിച്ചുവെന്ന് അല്ലാഹു തആല തിരിച്ചറിയാതെ വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നുണ്ടോ? എത്ര ആയത്തുകളാ! നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് സഹിച്ച ത്യാഗം നോക്കുമ്പോൾ മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് പരിചയമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച ആതിഥേയനാണ്. മദീനയിൽ പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മുന്നിലാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. റസൂലിനെ സൽക്കരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീടിന്റെ മുകളിലേക്ക് ആനയിച്ചു. ആ വീട്ടിലേക്ക് മഞ്ഞുകണങ്ങൾ വന്ന് വീണ് മഞ്ഞ് ഉരുകിയൊലിച്ച് പ്രവാചകന്റെ കട്ടിലിലേക്ക്, പ്രവാചകന്റെ റൂമിലേക്ക് വെള്ളമൊലിക്കുമോ എന്ന് പേടിച്ച് അദ്ദേഹവും ഭാര്യക്കും പുതക്കാനുണ്ടായിരുന്ന ഒരേ ഒരു പുതപ്പ് അതുകൊണ്ട് വെള്ളം ഒപ്പിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞ് പ്രവാചകനോടുള്ള മുഹബ്ബത്ത് കാണിച്ച സ്വഹാബി. പിന്നീട് ഇങ്ങോട്ട് ചരിത്രം ഇങ്ങനെ വഴിമാറി സഞ്ചരിക്കുമ്പോൾ പ്രവാചകന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം റോമാ സാമ്രാജ്യം കീഴടക്കാൻ യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 80-84 ആണ്. യസീദ് വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തു വേണം അബൂ അയ്യൂബ്? അദ്ദേഹം പറഞ്ഞു, എല്ലാ യുദ്ധത്തിലും പ്രവാചകന്റെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകന് ശേഷവും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സർവ്വയുദ്ധങ്ങളിലും പങ്കെടുത്തു. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കും. ശരീരം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റി നടക്കാൻ വേറെ ആളുകൾ വേണം. പക്ഷേ ജിഹാദ് എന്ന മനസ്സിൽ താലോലിച്ച് നടന്ന ആഗ്രഹം അദ്ദേഹം ഇങ്ങനെ പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി കോൺസ്റ്റാന്റിനോപ്പിളിന്റെ അതിർത്തി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖം കൂടി. വീണ്ടും യസീദ് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ടെന്റിൽ കയറി ചോദിക്കുന്നുണ്ട്, എന്ത് വേണം? അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ എടുത്തു കൊണ്ടോണം. എന്നിട്ട് ഞാൻ മരിക്കാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മതിൽക്കെട്ടുകൾക്ക് സമീപം എന്നെ മറവ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അസ്ഹാബി ദുഫിന ഫീ ഖുസ്തുന്തീനിയ, എൻ്റെ സ്വഹാബാക്കളിൽ ഒരാൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ മറമാടപ്പെടും. ഇന്നി ഉഹിബ്ബു അനഹാദ, ഞാൻ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ലക്ഷക്കണക്കിന് സ്വഹാബാക്കളിൽ ആരുമാകാം, അങ്ങനെ പ്രവചിച്ചത് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചു തീർത്ത അബൂ അയ്യൂബ് അൻസാരി. അദ്ദേഹത്തിൻ്റെ ഒക്കെ ജിഹാദ് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞു തീരുന്നതിന് മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവുമായിട്ടാണ്, മയ്യത്ത് കട്ടിലുമായിട്ടാണ് മുസ്ലിം സൈന്യം പിന്നീട് റോമാ സാമ്രാജ്യത്തിലേക്ക് കടന്നു കയറിയത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകാരം അവിടെ അദ്ദേഹത്തെ മറമാടിയെന്നാണ്. അതൊരു ജിഹാദ് എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിൽ നിന്ന് അത് ആസ്വാദനമായിട്ട് കടന്നു വരേണ്ടതാണ്. അള്ളാന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിലുള്ള ത്യാഗം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹലാവത്തിൽ നിന്നുണ്ടാകണം. ആ ഹലാവത്തിന്റെ തുടക്കം എന്താ?
ആ ഹലാവത്തിന്റെ തുടക്കം അങ്ങനെ ത്യാഗം അനുഭവിക്കുന്നവർക്ക്, ജിഹാദ് ചെയ്യുന്നവർക്ക് ഒരു വാതിൽ അവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഫമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ജിഹാദുകാരെ, ദുഇയ മിൻ ബാബിൽ ജിഹാദ്, നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നത് ബാബുൽ ജിഹാദിലൂടെയാണ്. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വമൻ കാന മിൻ അഹ്ലി സിയാം, ആരെങ്കിലും നോമ്പെടുക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ ദുഇയ മിൻ ബാബിർ റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും. അത് നമ്മൾ എങ്ങനെ എപ്പോഴും കേൾക്കുന്ന, റമദാനായി കഴിഞ്ഞാൽ എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്, നോമ്പുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കവാടം റയ്യാൻ. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് നോമ്പുകാർ മാത്രമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു 30-40 നോമ്പാണ് ഒരു വർഷത്തിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ നോമ്പൊക്കെ പകുതിയിലധികം ദിവസം നോമ്പാണ്. അബൂ ത്വൽഹ റളിയല്ലാഹുവിനെ പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകൻ, അദ്ദേഹത്തിന്റെ വളർത്തുമകൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അബൂ ത്വൽഹ 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഈ 40 വർഷവും നോമ്പ് ഹറാമാക്കിയ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഉമ്മന്റെ ഭർത്താവാണ്, എളാപ്പാണ്, പറയാൻ 100 നാവാണ്. അത്രയധികം ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ നോമ്പെന്ന ആരാധനയിൽ, നോമ്പെന്ന ഇബാദത്തിൽ ഒരു പ്രത്യേകമായ ആസ്വാദനം കണ്ടെത്തിയിട്ടുണ്ട്. ആ ആസ്വാദനത്തിന്റെ അടിസ്ഥാനമെന്താ? വമൻ കാന മിൻ അഹ്ലി സിയാമി, ആരെങ്കിലും നോമ്പുകാരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ ദുഇയ മിൻ ബാബിർ റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ അയാൾ ക്ഷണിക്കപ്പെടും സ്വർഗത്തിലേക്ക്. വമൻ കാന മിൻ അഹ്ലി സ്വദഖ, റസൂലുള്ള 4-മതായി എണ്ണിയത് ആരെങ്കിലും സ്വദഖ നൽകുന്നവരുടെ കൂട്ടത്തിലാണ് എങ്കിൽ ദുഇയ മിൻ ബാബി സ്വദഖ, ബാബു സ്വദഖയിലൂടെ ക്ഷണിക്കപ്പെടും അയാൾ. അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടു കഴിഞ്ഞാൽ ബാബു സ്വദഖയാണ് അവർക്കുള്ളത്. 4-മത്തെ കവാടം. എന്താ ബാബു സ്വദഖ? അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക തന്നെയാണ്, പരമാവധി കൊടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അതിലും മാതൃകയാണ്, ഇല്ലെങ്കിലും കൊടുത്തു. അബൂ ത്വൽഹയുടെ ചരിത്രം വീണ്ടും വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വയറൊട്ടിയ ശരീരവുമായി, ജടകുത്തിയ മുടിയുമായി, യാത്ര ചെയ്ത യാത്രാക്ഷീണം ശരീരത്തിൽ കാണാവുന്ന ഒരാൾ വന്നു. റസൂലിന്റെ ഭാര്യമാരുടെ വീട്ടിലൊന്നും ഭക്ഷണമല്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ. സ്വഹാബത്തിന്റെ മുമ്പിൽ തലകുനിച്ചു വന്ന റസൂലിന്റെ അവസ്ഥ സ്വഹാബത്തിന് മനസ്സിലായി. പക്ഷേ റസൂലിന്റെ മുമ്പിലുള്ള 100 കണക്കിന് സ്വഹാബാക്കളിൽ ഒരാളുടെ കയ്യിലും ഒരാളുടെ വീട്ടിലും ഒരാൾക്ക് വയറ് നിറച്ചുണ്ണാനുള്ള ഭക്ഷണം ബാക്കിയില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിച്ച കാലം. ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് അബൂ ത്വൽഹ പറഞ്ഞു, റസൂലെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന്. ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ കിട്ടിയ 1-2 റൊട്ടിക്കഷ്ണം മക്കൾ ഉറങ്ങിയെണീച്ചാൽ കൊടുക്കണമെന്ന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അബൂ ത്വൽഹയുടെ ഭാര്യ. അബൂ ത്വൽഹ വന്ന് കയറിയിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ അതിഥിയാണ്, ഭക്ഷണം എടുത്തോളൂ, രാത്രിയാണ്, അതുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ വിളക്കൊന്ന് ഊതിക്കളയണം, കാരണം ഞാൻ കഴിക്കുന്നത് പോലെ ആംഗ്യം കാണിക്കാം. ഉമ്മു സുലൈം അതുപോലെ ചെയ്തു. അദ്ദേഹം കഴിക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. അതിഥി വന്ന് വയറ് നിറച്ച് കഴിച്ചു, കൊടുത്തു. ഇല്ലെങ്കിലും ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നൽകാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് എവിടുന്ന ഈമാൻ കിട്ടിയത്? അവർക്ക് സ്വർഗത്തിനൊരു കവാടമുണ്ടെന്നറിയാം. ആ കവാടത്തിന്റെ പേര് ബാബു സ്വദഖയാണെന്നറിയാം. ആ ബാബു സ്വദഖയിലൂടെ സ്വദഖ നൽകുന്നവർക്കാണ് പ്രവേശനമെന്നറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പ്രവാചക ഭവനത്തിന്റെ മുമ്പിലൂടെ നടക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ എന്തോ ഓർത്തിട്ടെന്ന പോലെ അബ്ദുറഹ്മാനെ വിളിച്ചു, അബ്ദുറഹ്മാൻ ഇങ്ങോട്ട് വരി, റസൂലുള്ള വഫാത്തായിട്ടുണ്ടല്ലോ, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴാ ഓർമ്മ. എന്താ ഉമ്മ കാര്യം? അബ്ദുറഹ്മാൻ, താങ്കൾ നിരങ്ങിക്കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ മനസ്സൊന്ന് പതറി. ഇല്ല ഉമ്മ, അബ്ദുറഹ്മാന് നിവർന്നു നിന്നുകൊണ്ട് സ്വർഗത്തിൽ കടക്കണം. എന്താണ് അതിന് കാരണം? എന്താണ് തടസ്സം? എനിക്ക് നിവർന്നു നിന്ന് സ്വർഗത്തിൽ കടക്കാനുള്ള തടസ്സം എന്താണ്? താങ്കളുടെ സമ്പത്ത്. ആ ദിവസം
മദീന തെരുവോരത്ത് 2 കൂട നിറയെ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും വെച്ചുകൊണ്ട്, ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെതാണ്, ഇഷ്ടമുള്ളവർക്ക് പാവങ്ങൾക്ക് അതെടുത്തുകൊള്ളാം, ഞാനത് ദാനമായി നൽകുന്നു എന്ന് പറയാൻ മാത്രം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ വളർന്നു പോയിട്ടുണ്ട് എങ്കിൽ, ഒരു ദിവസം ഭക്ഷണത്തളികക്ക് മുമ്പിലിരുന്നു തേങ്ങിക്കരയുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ ഭാര്യ കാണാണ്. താങ്കൾക്ക് എന്ത് പറ്റി? നമുക്ക് യഥേഷ്ടം സമ്പത്ത് നൽകിയിട്ടില്ലേ? ഈ ഭക്ഷണം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ താങ്കൾക്ക് നല്ല ഭക്ഷണം, ഇതിനേക്കാൾ മുന്തിയ ഭക്ഷണം ഞാൻ പാചകം ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ പറയാണ്, ഈ ഭക്ഷണത്തിന്റെ രുചിക്കുറവല്ല എന്നെ കരയിപ്പിച്ചത്, മറിച്ച് ഈ ഭക്ഷണം തന്ന അള്ളാഹുവിനോട് ഇതിന് ഞാൻ എങ്ങനെ നന്ദി അർപ്പിക്കുമെന്നോർത്തുകൊണ്ടാണ്. എഴുന്നേറ്റുപോയി ഹറമിന്റെ പരിസരത്തുള്ള പാവങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരേ ഭക്ഷണത്തളികക്ക് മുമ്പിൽ ചുറ്റുമിന്ന് അവരെ ഭക്ഷിപ്പിക്കാൻ മാത്രം അബ്ദുറഹ്മാന്റെ ഈമാൻ വളരാനുള്ള കാരണം, ആ സ്വഹാബത്തിന് അറിയാമായിരുന്നു സ്വർഗത്തിനൊരു കവാടമുണ്ട് എന്ന്. ആ കവാടത്തിന്റെ പേര് ബാബു സ്വതക്കയാണ് എന്ന്. ആ ബാബു സ്വതക്കയിലൂടെ പ്രവേശിക്കാൻ സാധിക്കുക സ്വതക്ക നൽകുന്നവരാണ്. ഒരു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മാത്രം ചരിത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ജീവിച്ചു പോയ സർവ്വ സ്വഹാബത്തിന്റെയും ചരിത്രം അങ്ങനെ തന്നെയാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 4 കവാടങ്ങളെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുന്നത് മുമ്പിലിരുന്നു കൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശമായി. പ്രവാചകന്റെ മനോഹരമായ വാക്കുകൾ കേട്ടപ്പോ അദ്ദേഹം റസൂലിനോട് നിഷ്കളങ്കമായി പറയാണ്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങന്റെ വാപ്പക്കൊത്തതാണ്, അങ്ങന്റെ ഉമ്മക്കൊത്തതാണ്, എൻ്റെ ഉമ്മയാണങ്ങ്, എൻ്റെ വാപ്പയാണങ്ങ്. വമാ അലാ മിൻ ദുഇയ മിൻ തിൽക അബ്വാബിൻ മിൻ ദുറൂറ, ഈ എല്ലാ വാതിലുകളിലൂടെയും ക്ഷണിക്കപ്പെടുമെന്നാണോ? ഫഹൽ യുദ്ആ അഹദും മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, അല്ലാഹുവിന്റെ റസൂലേ, ഈ എല്ലാ വാതിലിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? നോക്കൂ, റസൂലുള്ളാഹി പറഞ്ഞത് നിസ്കാര കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും, നോമ്പുകാർ റയ്യാൻ കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും, ദാനധർമ്മങ്ങൾ നൽകുന്നവൻ സ്വതക്ക കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും, ധീരമായി യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് ജിഹാദ് കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും. സെപ്പറേറ്റാണ് റസൂലുള്ളാഹി പറഞ്ഞത്. പക്ഷേ ഈ സ്വഹാബി ചോദിച്ച, റസൂലെ, എല്ലാറ്റിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവോ എന്നാണ്. വല്ലാത്തൊരു ചിന്തയാണത്. എല്ലാറ്റിലൂടെയും സ്വർഗത്തിൽ പോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ ഉണ്ട്. വ അർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, അബൂബക്കറെ, താങ്കൾ അതിൽപ്പെട്ടയാളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ചോദ്യം ചോദിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. വല്ലാത്തൊരു ആർത്തിയാണ്. എങ്ങനെങ്കിലൊക്കെ സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ മതി എന്നാണ് എൻ്റെ നിങ്ങളൊക്കെ ചിന്ത. സത്യല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ മിനിമം ലെവലേ നമ്മൾ നിസ്കരിക്കുന്നുള്ളൂ, മിനിമം ലെവലേ നമ്മൾ സ്വതക്ക നൽകുന്നുള്ളൂ, മിനിമം ലെവലേ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുള്ളൂ. നമ്മളൊന്നും മാക്സിമം ആഗ്രഹിക്കണില്ല. എങ്ങനെങ്കിലൊക്കെ അങ്ങോട്ട് ഹിസാബ് അങ്ങോട്ട് കഴിഞ്ഞ് സിറാത്ത് അങ്ങോട്ട് കടന്നു കിട്ടിയാൽ മതി എന്നുള്ള ചിന്താണ് നമുക്കൊക്കെ. പക്ഷേ അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സിലൊക്കെ എല്ലാ കവാടത്തിലൂടെയും കയറിപ്പോകണം, എല്ലാത്തിലൂടെയും ഒന്ന് കയറി ഇങ്ങനെ അങ്ങോട്ട് സ്വർഗത്തിലെക്കണം, ആരും തടയാനില്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതേ അബൂബക്കറെ, താങ്കൾ അതിൽ പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആരാണ് ഈ അബൂബക്കർ സിദ്ദീഖ്? ആയിഷ റളിയല്ലാഹു അൻഹ വാപ്പനെ പറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. എന്താ സർട്ടിഫിക്കറ്റ്? ഞാൻ എൻ്റെ വാപ്പാന്റെ കൈവിരലുകൾ പിടിച്ച് തുള്ളിച്ചാടി നടക്കുന്ന കാലം മുതലേ എനിക്കറിയാം എൻ്റെ വാപ്പ നോമ്പുകാരനായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് നോമ്പുകാരനായിരുന്നു. വാപ്പാന്റെ കയ്യിൽ പിടിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രായത്ര 2, 3, 4 വയസ്സുള്ള സമയം മുതലേ ഞാനുപ്പാനെ കാണുന്നത് നോമ്പുകാരനായിരുന്നു എന്നാണ്. ആ അബൂബക്കർ സിദ്ദീഖിനല്ലാതെ വേറെ ആർക്കാ റയ്യാൻ എന്ന കവാടം? അവിടെ അദ്ദേഹം അത് ഉറപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ എൻ്റെ ഒപ്പ കണ്ണ് നനഞ്ഞുകൊണ്ടല്ലാതെ എൻ്റെ ഒപ്പ ഖുർആൻ പാരായണം ചെയ്യാറില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ രാത്രിയിൽ ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. എത്ര റിപ്പോർട്ടുകളാണുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും മനോഹരമായ അബൂബക്കർ സിദ്ദീഖിന്റെ ഖുർആൻ പാരായണത്തിൽ മയങ്ങി വീണിരുന്നു, അല്ലേ? ഓരോ ദിവസവും അദ്ദേഹം ചെയ്ത നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ചോദിച്ചില്ലേ, ഇന്ന് നോമ്പുകാരനായ ആരെങ്കിലും ഉണ്ടോ? റസൂലിന്റെ സ്വഹാബത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് കൈപൊക്കി, ഉണ്ട് റസൂലെ, ഞാൻ നോമ്പുകാരനാണ്.
ഇന്ന് സ്വതക്ക നൽകിയ ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് വീണ്ടും കൈപൊക്കി, റസൂലെ ഞാൻ സ്വതക്ക നൽകിയിട്ടുണ്ട്. ഇന്ന് രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? അതേ റസൂലെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് പറയാൻ. ഇന്ന് ഏതെങ്കിലും ജനാസയെ പിന്തുടർന്നവരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഞാനുണ്ട്. നോക്കൂ, എല്ലാ നന്മയും ഒരു നന്മയും പോലും അവർ ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഒരു നന്മ ഒഴിവാക്കിയിട്ടില്ല. ഒരു നന്മ കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ എല്ലാ സ്വഹാബാക്കളും പുലർത്താൻ തയ്യാറായിരുന്നു. അതിനെത്ര ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, ഈ സദസ്സിലേക്ക് വരുന്ന ആള് അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ ഒരു ഇരിപ്പിട അയാൾക്കുണ്ട് എന്ന്. ഒരു സഹാബി കയറി വന്നു. സഹാബാക്കളെ പണി എന്താ? റസൂൽ അങ്ങനെ അയാളെ പറ്റി പറയണമെങ്കിൽ അയാൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നാലെ നടക്കുകയാണ്. എന്താണ് ആ സഹാബി? എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പിന്നാലെ നടന്നിട്ട് ഒന്നും കാണുന്നില്ല. അവസാനം ഡയറക്റ്റ് ചോദിക്കുകയാണ്. കാരണം എന്താ? ചോദിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ പോകാൻ കാരണമായത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എൻ്റെ മനസ്സിൽ ആരോടും വിദ്വേഷവും പക ഉണ്ടാവാറില്ല എന്ന്. ഖലാസ്. പക്ഷെ സ്വഹാബത്തിന്റെ ഒരു മനസ്സാലോചിച്ച് നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മയാണെന്ന് പഠിപ്പിച്ചത് മുതൽ ആ നന്മ ജീവിതത്തിൽ കളയാതെ അവർ സൂക്ഷിച്ചിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹവും ഫാത്തിമ ബിയും തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മദീന പള്ളിയിൽ അലി ഇങ്ങനെ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്, മണ്ണൊക്കെ പുരണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിച്ചു, കും യാ അബാ തുറാബ്, മണ്ണിൽ കിടന്ന ചങ്ങായി എണീക്ക്. അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിന്റെ അടുത്ത് പോയി കട്ടിലിൽ റസൂൽ നടുവിലിരുന്നു. രണ്ടാൾ അപ്പുറത്തിരുത്തിയിട്ട് ഇങ്ങനെ പ്രശ്നം പരിഹരിച്ചിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ പഠിപ്പിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. 33, 33, 34. അലി റളിയല്ലാഹു അൻഹു പിന്നീട് പറയാണ് ഒരു താബീനോട്, അന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഇത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ താബി തിരിച്ചു ചോദിക്കാണ്, അപ്പൊ സിഫീൻ യുദ്ധത്തിന്റെ അന്ന് രാത്രി നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? അത് ചോദിക്കാൻ കാരണമുണ്ട്. മുസ്ലിം സൈന്യം ഇത്രയധികം പരീക്ഷിക്കപ്പെട്ടൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. വല്ലാത്തൊരു കഷ്ടപ്പാട്, ആകെ നാശനഷ്ടം വിതച്ച ആ യുദ്ധത്തിന്റെ അന്ന് രാത്രി പോലും നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോന്ന്. വല്ലാത്ത ചോദ്യം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് ഞാൻ ചൊല്ലാൻ മറന്നിരുന്നു, പക്ഷേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അന്ന് പോലും ഞാൻ അത് ചൊല്ലിയിട്ടുണ്ട്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടെങ്ങോ പഠിപ്പിച്ചൊരു സുന്നത്ത് പോലും ജീവിതത്തിൽ ഒരു ദിവസം പോലും, എന്തിനേറെ ഘോരമായി പരീക്ഷിക്കപ്പെട്ട ദിവസം രാത്രി പോലും അദ്ദേഹം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അത് സ്വഹാബത്തിന്റെ മനസ്സങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു നന്മ അത് നന്മയായി പഠിപ്പിക്കപ്പെട്ടത് മുതൽ അവരുടെ ജീവിതത്തിൽ അത് സ്ഥിരമായ അമലായി, സ്ഥിരമായ പുണ്യകർമ്മമായിട്ട് അവർ സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. സർവ്വവിധ നന്മകളും റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയും ജീവിതത്തിൽ അദ്ദേഹം പുലർത്തി. സദഖയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ ഒരാളുമില്ല. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വല്ലാത്ത ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളുണ്ടായിരുന്നു, ഉമർ ഇബ്നു ഖത്താബ്. പക്ഷേ പലപ്പോഴും ഉമർ തോറ്റിട്ടേ ഉള്ളൂ. ഹിജ്റയുടെ സമയത്ത് 10,000 സ്വർണ്ണ നാണയമാണ് അബൂബക്കർ സിദ്ദീഖിന്റെ സമ്പാദ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത് ദീനിന് വേണ്ടി. തബൂക്കിന്റെ യുദ്ധത്തിൽ വീട്ടിലുള്ള സർവ്വ സമ്പത്തും ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ട് പ്രവാചകന്റെ അടുത്ത് കൊണ്ടൊന്ന് ചൊരിഞ്ഞു. പാത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. റസൂലിനെ എടുക്കാൻ പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു മക്ക മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിനാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ അബൂബക്കർ ഇന്ന ബിലാലൻ യുഅദ്ദിബു ഫില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ ഫലമായി വല്ലാതെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അബൂബക്കറെ. അത്രമാത്രം പറഞ്ഞിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് വീട്ടിലേക്ക് ഓടിപ്പോയി. തന്റെ സമ്പത്ത് എണ്ണി തിട്ടപ്പെടുത്തി പ്രതീക്ഷിക്കുന്ന വിലയേക്കാൾ ഇരട്ടി നൽകിക്കൊണ്ട് ബിലാലിനെ അപ്പത്തന്നെ മോചിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി എല്ലാ മാർഗത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയ അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ദീനാറോ ഒരു ദിർഹമോ ബാക്കിയാക്കാതെയാണ് ഖലീഫ മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിനെ മറമാടാനുള്ള കഫൻ ചെയ്യാനുള്ള ഒരു കഷ്ണം തുണി അദ്ദേഹം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. അങ്ങനെ എല്ലാം അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, സ്വാഭാവികമായോ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചതിനൊരു അർത്ഥമല്ലേ, അള്ളാന്റെ റസൂലെ
എല്ലാ കവാടത്തിലൂടെയും ആർക്കെങ്കിലും പ്രവേശിക്കാൻ പറ്റുമോ? അബൂബക്കർ സിദ്ദീഖിന്റെ സർവ്വ അമലു സ്വാലിഹാത്തുകളുടെയും സമ്പത്ത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിയായിരുന്നല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് പ്രതികരിച്ചത്, അതേ അബൂബക്കർ, വ അർജു അൻ തകൂന മിൻഹും, താങ്കൾ അതിൽ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ സ്വർഗം, ആ കവാടങ്ങൾ അത് നമുക്ക് മുമ്പിലും തുറക്കപ്പെട്ടിട്ടുണ്ട് ജിഹാദിലൂടെ, സ്വതക്കയിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചില കവാടങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ മുഹമ്മദ് അദ്ഖിലിൽ ജന്നത മിൻ ഉമ്മതിക മൻ ലാ ഹിസാബുൻ അലൈഹി, ഒരു ചോദ്യം ചെയ്യലില്ലാതെ താങ്കളുടെ സമൂഹവുമായി താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഒരു വാതിലിലൂടെ, മിൻ ബാബിൽ ഐമൻ, ബാബുൽ ഐമനിലൂടെ. ബാബുൽ ഐമൻ എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അൽ ബാബുൽ മുതവക്കിലീൻ എന്നാണ്, തവക്കുൽ അർപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബാബ്. എല്ലാം തവക്കുൽ അർപ്പിക്കുക, അത് വല്ലാത്തൊരു കഴിവാണ്. പലപ്പോഴും ഒരു വിശ്വാസി അല്ലാതാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തവക്കുൽ നഷ്ടപ്പെടുമ്പോഴാണ്. രോഗം ഉണ്ടാകുമ്പോൾ പരമാവധി ചികിത്സിച്ചിട്ടും ഭേദാവാതെ ആളുകൾക്ക് അള്ളാഹുവിലുള്ള തവക്കുലും നഷ്ടപ്പെടുന്നു. പ്രാർത്ഥിച്ചിട്ടൊന്നും പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലേ എന്ന ഒരു ധ്വനി മനസ്സിങ്ങനെ തോന്നുമ്പോൾ തവക്കുല് നഷ്ടപ്പെടുന്നു. ഒരുപാട് അധ്വാനിച്ചിട്ടും കടങ്ങളൊന്നും വീട്ടിട്ടില്ല എങ്കിൽ നമ്മളെ മനസ്സിലുള്ള തവക്കുൽ നഷ്ടപ്പെടുന്നു. അങ്ങനെ മനുഷ്യന്റെ മനസ്സിന്റെ ഈമാനിനെ തെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തവക്കുലിലുള്ള വ്യതിചലനം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയണെന്താ? തവക്കുൽ അർപ്പിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു കവാടമുണ്ടെന്നാണ്, ബാബുൽ ഐമൻ എന്ന്, മിൻ അബ്വാബിൽ ജന്ന. എന്നിട്ട് അല്ലാഹ് റസൂലിനോട് പറയാണ്, അത് സ്വർഗവാതിലുകളിൽ ഒരു വാതിലാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വാതിലുണ്ട്, ബാബുർ റാലീൻ എന്ന്. പിന്നീട് പണ്ഡിതന്മാരിങ്ങനെ പേരിട്ടിട്ടുണ്ട്, ഓരോ പേര്, ബാബുർ റാലീൻ എന്നും ബാബുൽ ദിക്ർ എന്നും ബാബുൽ ഇൽമ് എന്നും അതുപോലെ തന്നെ ബാബുൽ കാലിമീൻ എന്നും. കോപത്തെ കടിച്ചമർത്തി ജീവിക്കുന്ന, ക്ഷമയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ബാബുൽ കാലിമീൻ. ഇങ്ങനെ 8ഓളം കവാടങ്ങളെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയും വ്യത്യസ്തങ്ങളായ ഗുണങ്ങളും വ്യത്യസ്ത ഇബാദത്തുകളും ചെയ്യുന്നവർക്കാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ ഏത് കവാടം നമുക്കുള്ളതാണ്. എല്ലാ കവാടത്തിലൂടെയും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും, അതിൻ്റെ വിശാലത അത്രത്തോളം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ കവാടത്തിന്റെ 2 തൂണുകൾക്കിടയിലുള്ള ആ സ്പേസ് എത്ര ഉണ്ടെന്ന് റസൂലുള്ളാഹി പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നമാ ബൈനൽ മസ്റാഇനി മിൻ മസാരിഇൽ ജന്ന, സ്വർഗത്തിന്റെ 2 സ്വർഗ കവാടങ്ങളുടെ 2 തൂണുകൾക്കിടയിലുള്ള സ്ഥലം, ലകുമാ ബൈന മക്കത വ ഹിജ്ർ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മക്കയുടെയും ഹിജ്റിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ഔ കമാ ബൈന മക്കത വ ബുസ്ര, അതല്ലെങ്കിൽ മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള സ്ഥലം, ആ സ്ഥലമാണ് 2 തൂണുകൾക്കിടയിലുള്ള സ്ഥലം. ഒരു വാതിലിന്റെ വീതി അത്രയെന്നാണ്. പണ്ഡിതന്മാർ അതും കണക്കൂട്ടിയിട്ടുണ്ട്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഖത്തറും ബഹ്റൈനും ജസീറ അറബും ഒന്നടങ്കമുള്ള വലിയ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലമാണ് അന്നത്തെ ഹിജ്ർ. അതേപോലെ ബുസ്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാന്റെ അതിർത്തി വരെ, ജസീറത്തുൽ അറബ് ഒന്നടങ്കം, അതേപോലെ ജോർദാൻ അത്രയും വരുന്ന സ്ഥലം. എന്നിട്ട് പണ്ഡിതന്മാർ അതിങ്ങനെ എണ്ണിയിട്ട് 1273 കിലോമീറ്റർ എന്ന് കണക്കൂട്ടിയിട്ടുണ്ട്. കണക്ക് തെറ്റാം, പക്ഷേ ഏകദേശം അത്രത്തോളം വീതി വരും ഒരു സ്വർഗത്തിന്റെ വാതിലിന്റെ വലിപ്പം എന്നാണ്. അത്രയും വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ഫൽയഅതിയന്ന അലൈഹാ യൗമുൻ വഹുവ ഖലീലുൻ മിനസ്സഹാം, ഒരു ദിവസം എത്താനുണ്ട്, ആ ദിവസം ആ വാതിലുകൾ മുഴുവനും മനുഷ്യരെ കൊണ്ട് നിറക്കപ്പെടുന്നതാണ്. ആ സ്വർഗ കവാടങ്ങൾ നിറയാനുള്ളതാണ്. ആരെ കൊണ്ട് നിറയണം? നമ്മളെ കൊണ്ട് നിറയണം. ആരെങ്കിലല്ല പോണ്ടത്, നമ്മൾ പോണം. ബാക്കിയുള്ളവർ വരട്ടെ വരാതിരിക്കട്ടെ, നമ്മളും നമ്മുടെ കുടുംബവും അതിൽ ഉണ്ടാവണം. നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരും ആ കൂട്ടത്തിലുണ്ടോ എന്ന്
പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ് സഹോദരന്മാരെ ഈ റമദാൻ മാസം. അതുകൊണ്ടാണ് സലഫികൾ സ്വർഗത്തിന്റെ വിശാലതയെ പറ്റി പറയുമ്പോൾ അവര് സന്തോഷത്തെക്കാൾ അധികം അവര് ദുഃഖിച്ചിരുന്നു, അല്ലേ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ മുന്നേറണം, മത്സരിക്കണം. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമാക്കപ്പെട്ട സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറണം. അഥവാ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത്. ഈ ആയത്ത് കേട്ട സലഫ് സ്വാലിഹീങ്ങൾക്ക് ഇങ്ങനെ കരയും. അവരോട് ചോദിക്കും, എന്തിനാ കരയണത്? അപ്പൊ അവര് പറയും, അതിൽ ഞങ്ങളുടെ ഏതെങ്കിലും കാൽപാദം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ആശിക്കുന്നു, അതില്ലാതാകുമോ എന്നോർത്താൽ കരച്ചിൽ വരുമെന്നാണ്. സ്വർഗം കേൾക്കുമ്പോൾ അവർ കരയാ, നരകെന്ന് കേൾക്കുമ്പോഴും അവർ കരയാ. നരകെന്ന് കേൾക്കുമ്പോൾ ഭീതി കൊണ്ട്, പേടി കൊണ്ട് കരയുന്നു. സ്വർഗം കേൾക്കുമ്പോഴോ അത് കിട്ടാതെ പോകുമോ എന്ന നഷ്ടബോധം കൊണ്ട് കരയുന്നു. ഇതിൽ ഏത് കരച്ചിലാണ് നമുക്കുള്ളത്? അതുകൊണ്ട് സഹോദരന്മാരെ, ആ സ്വർഗം അത് ഇത്രത്തോളം സ്വഹാബാക്കളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും നമുക്കുണ്ടാവണം. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തുറക്കപ്പെടുന്ന ചില സമയം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് റമദാൻ തന്നെയാണ്. ഇദാ ജാ റമദാൻ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന. റമദാൻ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫയഅഫിറുല്ലാഹു അസ്സ വജല്ല, അന്ന് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമക്കും, ലാ യുശ്രികു ബില്ലാഹി ഷൈആ, ശിർക്ക് ചെയ്യാത്ത തൗഹീദുള്ള എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. അതുകൊണ്ടാണ് റസൂൽ ആ 2 ദിവസം സുന്നത്ത് നോമ്പോറ്റ് നോക്കൂ. പക്ഷേ ആ ഹദീസിൽ ഗൗരവമുള്ളൊരു കാര്യം റസൂൽ അവസാനം പറഞ്ഞു. എന്താ അറിയോ? ഇല്ലാ റജുലുൻ, ഇനി തൗഹീദ് ഉണ്ടെങ്കിലും ഒരാളെ അയാൾക്ക് പുറത്തു കൊടുക്കൂല. തൗഹീദ് ഉണ്ടെങ്കിലും, നിങ്ങൾ ആലോചിച്ചു, നമ്മൾ തൗഹീദ് അറിയുന്ന ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. തൗഹീദ് ഉണ്ടെങ്കിലും ഇല്ലാ റജുലൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹു അന്നും പുറത്തു കൊടുക്കുകയില്ല. അവനാരാണ്? കാന ബൈനഹു വ ബൈന അഖീഹി ശഹനാ, അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ പകയാണ്, വിദ്വേഷമാണ്, ദേഷ്യമാണ്. ഫയഖൂലു, എന്നിട്ട് റസൂലുള്ള 3 തവണ പറയുന്നു, ഉൻദുറു ഹാദൈനി ഹത്താ യസ്തലഹാ, ഉൻദുറു ഹാദൈനി ഹത്താ യസ്തലഹാ, ഉൻദുറു ഹാദൈനി ഹത്താ യസ്തലഹാ. ഈ 2 ആളുകളിലേക്ക് നോക്കൂ, അവർ പരസ്പരം നന്നാകുന്നത് വരേക്കും, അവർ പരസ്പരം നന്നാകുന്നത് വരേക്കും, അവർ പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി നന്നാകുന്നവരേക്കും അല്ലാഹു തആല അവർക്ക് പൊറുത്തു കൊടുക്കുകയില്ല. വല്ലാത്ത ഗൗരവമുള്ള കാര്യമാണ്. ആരെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം പോയിട്ട് പൊരുത്തപ്പെടിപ്പിക്കേണ്ട സമയമാണിത്. റമദാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ പോലും പൊറുക്കപ്പെടില്ല എങ്കിൽ നമ്മൾ ആകെ തൗഹീദ് സ്വീകരിക്കാനുള്ള കാരണം എന്താ സഹോദരന്മാരെ? എല്ലാം പൊറുക്കാനാണ്. എല്ലാം പൊറുത്ത് വിട്ട് മാപ്പാക്കി തന്ന് അല്ലാഹു തആല സ്വർഗത്തിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ത്യാഗവും സഹിച്ച് കഷ്ടപ്പെട്ടിട്ട് തൗഹീദിന്റെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ നമ്മൾ ജീവിക്കണം. നമ്മളെ വാപ്പാരൊക്കെ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ തൗഹീദ്. ആ തൗഹീദ് ഉണ്ടെങ്കിൽ പോലും നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടില്ല എങ്കിൽ അതുകൊണ്ട് അത് തീർക്കേണ്ട സമയവും കൂടിയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ആളുകളെ അല്ലാഹു തആല ഇഷ്ടമുള്ള വാതിലിലൂടെ കയറാൻ പറയുന്നതാണ്. ഇഷ്ടമുള്ള വാതിലിലൂടെ കയറും. അതിലൊരാളാരാന്നറിയോ? വളരെ ചെറിയ ചെറിയ കുട്ടികളുണ്ട്, പ്രായപൂർത്തിയാവാത്ത. എന്നിട്ടൊരാൾ മരണപ്പെട്ടു. ആ കുട്ടികൾക്ക് പിന്നീട് അവരെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തു മിനൽ വലദ്. 3 കുട്ടികളുടെ ഒരാൾക്ക്. ആ മക്കളുടെ പ്രത്യേകത എന്താ? ലം യബ്ലഉൽ ഹിൻത, അവർക്ക് പ്രായപൂർത്തി ഒന്നായിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാ തൽഖൂഹു മിൻ അബ്വാബിൽ ജന്നത്തി സമാനിയ, 8 കവാടങ്ങളിൽ അവൻ എത്തിപ്പെടാതിരിക്കുകയില്ല. മിൻ അയ്യുഹ ഷാഅ, അവൻ ഉദ്ദേശിക്കുന്നതിൽ ഏതിലെയാണോ ദഖല, അതിൽ അവൻ പ്രവേശിക്കുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ആലോചിച്ച് നോക്കാം. നമ്മളിങ്ങനെ ആലോചിക്കൂലേ, കുട്ടികൾ എന്താ ചെയ്യും?
അല്ലേ, ചെറിയ കുട്ടികൾ ഇങ്ങനെ നിരങ്ങി നടക്കുന്നത് കാണും. അവിടെ വാപ്പാൻ്റെ മയ്യത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും കണ്ണീരൊലിപ്പിക്കും കുട്ടികളെ ഓർത്തുകൊണ്ട്. പക്ഷേ ആ കുട്ടികളുടെ വാപ്പാക്ക് സ്വർഗത്തിൻ്റെ വാതിലൂടെ കടക്കാന്നുള്ളതാണ്. പക്ഷെ അതിനും കുറേ നിബന്ധനകൾ ഉണ്ട് കേട്ടോ. ഇത് തൗഹീദ് ഉണ്ടാവണം, ഫർദ് ഉണ്ടാവണം, ഫർദായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളൂ. എന്നിരുന്നാലും നോക്കുകയാണ്, ആലോചിച്ച് നോക്കാം അല്ലേ, കുട്ടികളെ ഓർത്ത് കരയുന്നതിന് പകരം ആ മനുഷ്യനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ചൂടെ? അപ്പോൾ ഏതായിരുന്നാലും ഇഷ്ടമുള്ള വാതിലിലൂടെ അയാൾക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ഒരാൾ വുളൂ പരിപൂർണമായി എടുത്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസാണ്, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയബ്ലഉൽ വുളൂഅ. ഒരാൾ പരിപൂർണമായി വുളൂ എടുത്തു, അവിടെയും ഇവിടെ ഇങ്ങനെ തെർപ്പിച്ചുകൊണ്ടല്ല, നല്ല കൃത്യമായിട്ട് വുളൂ എടുത്തു. സുമ്മ യഖൂൽ, എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലിഹി. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യുഹാ ശാഅ. 8 കവാടങ്ങളും അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും, ഇഷ്ടമുള്ളതിലൂടെ അവർക്ക് കയറാം. അതേപോലെ വേറൊരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തൗഹീദിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്താ, മൻ ഖാല, ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഏതാ പ്രാർത്ഥന? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസാ അബ്ദുല്ലാഹ് വ ഇബ്നു അമതിഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മർയമ വ റൂഹും മിൻഹു വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ഖലഹുല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സമാനിയ ശാഅ. 8 കവാടങ്ങളിൽ അവൻ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നോക്കൂ, പ്രാർത്ഥന പഠിക്കുക, പഠിച്ചിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. 4-മതായി റസൂലുള്ള പഠിപ്പിച്ചത് നല്ല ഭാര്യ, അനുസരണയുള്ളൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പോവതാണ്. ഇദാ സല്ലത്തിൽ മർഅത്തി ഖംസഹ, ഒരു പെണ്ണ് 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിച്ചു. വഹസനത്ത് ഫർജഹ, അവളുടെ ഗുഹ്യാഹ അവയവം അവൾ കാത്തു സൂക്ഷിച്ചു. വ അതാഅത്ത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചു. ദഖലത്ത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്ത്, ഇഷ്ടമുള്ള വാതിലിലൂടെ അവൾക്ക് സ്വർഗത്തിൽ കടക്കാം. ഭർത്താക്കന്മാർക്ക് ഈ ഒരു ഓഫർ ഇല്ല. പലപ്പോഴും ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് ആ പെണ്ണുങ്ങളെ അടിമകളാക്കണം, അതാണ് ഇസ്ലാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്നുള്ള സ്വർഗം, പുരുഷന്മാരെക്കാൾ കൂടുതൽ അവസരം ശരിക്കും പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. അവസരം ഉപയോഗപ്പെടുത്താനുള്ള അവസരം ആണുങ്ങൾക്കാണെങ്കിലും പല കാര്യത്തിലും അവർക്ക് ഒരുപാട് അവസരം. അതിലൊരു അവസരമാണെന്ത്, ഇഷ്ടമുള്ള വാതിലൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം. അതിൽ നിസ്കാരവും അതേപോലെ തന്നെ ഗുഹ്യാവയും സൂക്ഷിക്കുക, 3-മത് ഭർത്താവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്വർഗത്തിൽ ആദ്യം കടക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന അക്സറുൽ അംബിയാ തബഅൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് നബി ഞാനായിരിക്കും. വ അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുന്നതും ഞാനായിരിക്കും. ആതി ബാബുൽ ജന്നത്തി യൗമൽ ഖിയാമ, അങ്ങനെ ഞാൻ അന്ത്യനാളിൽ സ്വർഗത്തിന്റെ വാതിലിലെത്തും. ഫ അസ്തഫ്തിഹു, എന്നിട്ട് തുറക്കാൻ വേണ്ടി ഞാൻ അനുമതി ചോദിക്കും. ഫയുഖാലു ലി, അപ്പോൾ എന്നോട് ചോദിക്കും, മൻ, ആരാണ്? ഫഅഖൂലു, ഞാൻ പറഞ്ഞു മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഫയഖൂൽ, അപ്പോൾ അവിടെയുള്ള മലക്ക് പറയുന്നതാണ്, ബിക ഉമിർതു അല്ലാ അഫ്തഹ ലി അഹദിൻ ഖബ്ലക്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് മറ്റൊരാൾക്കും തുറന്നു കൊടുക്കരുതെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുറന്നു കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ആ സ്വർഗ കവാടങ്ങൾ തുറന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീട് പ്രവാചകന്മാർ കടക്കും, അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, പിന്നെ മറ്റു പ്രവാചകന്മാരുടെ അനുയായികൾ, അതിനുശേഷം പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കയറും. ആദ്യമായി വിചാരണക്ക് വിളിക്കപ്പെടുന്നത് നമ്മളായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമായിരിക്കും. പിന്നീട് ആദ്യമായിട്ട് ഈ ആളുകൾക്കൊക്കെ ശേഷം ആദ്യമായി സ്വർഗത്തിലേക്ക് നടത്തപ്പെടുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമായിരിക്കും. അങ്ങനെ കുറേ ഗുണങ്ങൾ നമുക്കുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, റമദാനിൽ സ്വർഗത്തെപ്പറ്റി, സ്വർഗ കവാടങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മളും അതുമായി ബന്ധപ്പെട്ടൊരു ചിന്ത നമുക്കുണ്ടാവേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച 1-2 ചില പുണ്യങ്ങൾ നമുക്ക് നോക്കാം. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു, എന്നിട്ട് കാലുകൊണ്ട് എന്നെ ഇങ്ങനെ മെല്ലെ തട്ടിയിട്ട് പറഞ്ഞു, അല അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗവാതിലുകളിൽപ്പെട്ട കവാടത്തെപ്പറ്റി നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ പറഞ്ഞുതരൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതെപ്പോഴും ചൊല്ലിക്കോ, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്.
മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, അബ്ശിറു അബ്ശിറു, സന്തോഷം വാർത്ത കേൾക്കുക. ഇന്നഹു മൻ സല്ല സ്വലവാത്തിൽ ഖംസ്, ഒരാൾ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചു. ഫജ്തനബൽ കബായിർ, ഒരു വൻപാപങ്ങൾ അയാൾ ചെയ്തില്ല. ദഖല, അയാൾക്ക് പ്രവേശിക്കാം. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ഷാഅ, അവൻ ഉദ്ദേശിക്കുന്ന സർവ്വ കവാടത്തിലൂടെയും. മറ്റൊരു ഹദീസിൽ കാണാം, ലികുല്ലി ആമിലിൻ ബാബുൻ മിൻ അബ്വാബിൽ ജന്ന, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്ന എല്ലാവർക്കും സ്വർഗത്തിലൊരു കവാടമുണ്ട്. യുദ്ആ മിൻഹു ബിദാലിക്കൽ അമൽ, അവൻ ചെയ്ത ഓരോ അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടും അവനെ സ്വർഗ കവാടത്തിൽ ക്ഷണിക്കപ്പെടുമെന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഈ അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്തുകളാണ്. ഒരുപാട് സുന്നത്തുകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ സ്വർഗ കവാടങ്ങൾ നമുക്ക് സമ്പാദിക്കാം. അല്ലാഹു തആല എല്ലാ സ്വർഗീയ കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, പല രൂപത്തിലും പ്രയാസപ്പെടുന്നവർ, എല്ലാവരുടെയും പ്രയാസം നീ ദൂരീകരിക്കണേ അല്ലാ. ലോകത്ത് ജീവിക്കുന്ന സർവ്വ സത്യവിശ്വാസികൾക്കും നീ സഹായം നൽകണേ അല്ലാ. അവരൊക്കെ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ അവർക്ക് പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ഈമാനിന് നീ കരുത്ത് നൽകണേ അല്ലാ. നരകമെന്ന മഹാവിപത്തിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. സ്വർഗമെന്ന മഹാ അനുഭൂതി ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സർവ സ്വർഗ കവാടങ്ങളിലൂടെയും പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.